ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാവരും സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, തൻ്റെ യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ വിശ്വസ്തന. അവൻ അന്ത്യത്തോളം വഴി നടത്തുവാൻ അവൻ ശക്തന. എത്ര പേർക്ക് സന്തോഷമുണ്ട്. രാവിലെ എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തന. ഈ കൂട്ടായ്മയിലേക്ക് ദൈവസന്നിധിയിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവം വിശ്വസ്തന. അവൻ വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോകുന്നവനല്ല. അവൻ നമ്മുടെ കണ്ണുനീര് ഒപ്പുന്നവനാ, നമ്മുടെ വേദനകൾ അറിയുന്നവനാ, നമ്മുടെ രോഗത്തിന് വിടുതൽ നൽകി തരുന്നവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഒരുക്കി തരുന്നവനാ നമ്മുടെ കർത്താവ്. അതിൻ്റെ മേളി വായിക്കുന്ന ഇങ്ങനെ, ദൈവം നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. എന്താ സ്തോത്രം ചെയ്യുവാൻ കാരണം? നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യ സഭയ്ക്ക് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ആ സഭയോട് പറയുക, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ദൈവകൃപ, അത് പ്രിയമുള്ളവരെ ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപ. ഹല്ലേലൂയ. എന്തെന്ന് ചോദിച്ചാൽ അർഹിക്കാത്ത ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ കൂടി, കർത്താവിൽ കൂടി നമുക്ക് ലഭിച്ച ആ കൃപ, ദൈവത്തിന് സ്തോത്രം. അത് ഓർത്ത് ഹല്ലേലൂയ ഞാൻ നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമുക്കും പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ദൈവകൃപ നമുക്ക് കർത്താവ് നൽകി തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അർഹിക്കാത്ത ഇടത്ത്, ഹല്ലേലൂയ, യാതൊരു യോഗ്യതയുമില്ലായിരുന്ന ഇടത്ത്, ഹല്ലേലൂയ, നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത് നിർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ ദൈവത്തിന് നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഹല്ലേലൂയ. അതാ ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. ഇവിടെ കൊരിന്ത്യ സഭ അങ്ങനെയുള്ളതായിരുന്നുവെന്ന് പൗലോസ് ഹല്ലേലൂയ ആ സഭയെ ഓർപ്പിക്കുക. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം സകല പരിജ്ഞാനത്തിലും സകല വചനത്തിലും നിങ്ങൾ ഹല്ലേലൂയ സമ്പന്നരാ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഞാൻ ദൈവവചനത്തിൽ സമ്പന്നനാ, ഞാൻ പരിജ്ഞാനത്തിൽ സമ്പന്നനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമായിട്ട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരാ ഞങ്ങളെന്ന് നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് ഈ കൃപ ഹല്ലേലൂയ ദാനമായി തന്നതുകൊണ്ട് ഒരു കൃപാവരത്തിനും ഞങ്ങൾ കുറവില്ലാത്തവരാ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിൽ കുറ്റമില്ലാത്തവരായി തീരേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന, കർത്താവിൻ്റെ വരവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതാ നമ്മുടെ പ്രത്യാശ. ദൈവമക്കളെ, എന്താ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവരോട് പറയുന്നു, നിങ്ങൾ കാണുന്ന ഈ കർത്താവ് ഹല്ലേലൂയ അവൻ പോയതുപോലെ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ആ പ്രത്യക്ഷത നമ്മൾ കാത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി ദിവസങ്ങളിൽ മുന്നേറുവാൻ കഴിയട്ടെ. എന്നിട്ട് പറയുന്നു, ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അവസാനത്തോളം ഒരു സമയം വരെയല്ല, നമ്മളെ ഉറപ്പിച്ച് നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുറ്റമില്ലാത്തവരെ കർത്താവ് ആഗ്രഹിക്കുന്ന അതാ പ്രിയമുള്ളവരെ, കുറ്റവും കുറവുമില്ലാത്തവരായി നിഷ്കളങ്കതയോട്
ദൈവസന്നിധി നിൽക്കുന്ന എത്ര പേരുണ്ട് എന്നാ കർത്താവ് നോക്കുന്നത്. എന്നിട്ടാ പറയുന്നത്, എൻ്റെ പുത്രന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തന. നമ്മളെ വഴിയിൽ വെച്ച് തള്ളിക്കളയത്തില്ല പ്രിയമുള്ളവരെ. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, പരാജയങ്ങളില്ലെന്നല്ല, എന്നാൽ അവിടെ നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. നമ്മുടെ ദൈവം അവിടെ നമ്മെ ഹല്ലേലൂയ നിർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. നമുക്കറിയാം, ഒരു ചന്ദ്രക്ക് മേശക്ക് അഭേദ്രോഗം ദൈവത്തിന് സ്തോത്രം തീച്ചുളയിലിട്ടപ്പോൾ ഹല്ലേലൂയ ആ തീച്ചുളയിൽ നാലാമനായി ഇറങ്ങി വന്ന് അവരെ വിടിവിച്ച ഒരു തമ്പുരാൻ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവർ പറയുന്നുണ്ട് അവരുടെ തീരുമാനം എന്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ വിടിവിപ്പാൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഇനിയും വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ തമ്പുരാനെ തള്ളി പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം, അത് അവരുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് അവരെ രക്ഷിപ്പാൻ, അവരെ വിടിവിപ്പാൻ ഹല്ലേലൂയ നാലാമനായി ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ആ തമ്പുരാനെയാണ് നമ്മൾ സേവിക്കുന്നത്, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ അന്ത്യത്തോളം നിർത്തുവാൻ, അന്ത്യത്തോളം കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവൻ വഴിയിൽ വെച്ച് നമ്മളെ തള്ളിക്കളയത്തില്ല, നമ്മളെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ നടത്തുന്ന ഒരു നല്ല തമ്പുരാൻ. ദൈവത്തിന് സ്തോത്രം. കൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നാണ് ഇവിടെയും കാണിക്കാൻ പറയുന്നത്. ദൈവം നിവർത്തിച്ച് തരുവാൻ നമ്മുടെ ദൈവം ശക്തനാ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാരും അവർ പരാജയപ്പെടത്തില്ല പ്രിയമുള്ളവരെ. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, എന്നാൽ ദൈവത്തിന് സ്തോത്രം അതൊരു വലിയ വിടുതലിലേക്കാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തരായി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് ഹല്ലേലൂയ എന്നെ നടത്തുവാൻ വിശ്വസ്തന, എന്നെ കരുതുവാൻ വിശ്വസ്തന, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഒരിക്കലും എന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. നമ്മുടെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ കർത്താവേ, നീ എന്നെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് 48-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനം ഒരു വാക്യം ഇപ്രകാരം പറയുന്നത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു ദിവസം തന്നെയല്ല, അവൻ അന്ത്യത്തോളം വഴി നടത്തും. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കാൻ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒരു ദിവസം തന്നെയല്ല, അവൻ ജീവപര്യന്തം എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അത് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഈ ദൈവം എന്നും എന്നേക്കുമേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പറയാനൊന്ന് കഴിയട്ടെ പ്രിയമുള്ളവരെ, ധൈര്യത്തോടൊന്ന് പറയുവാൻ കഴിയട്ടെ, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാ, എന്നെ അവൻ അന്ത്യത്തോളം ജീവപര്യന്തം വഴി നടത്തും. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കഷ്ടതയുടെയും നടുവിൽ എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ എനിക്ക് പറയുവാനുള്ളത്, ഏതെങ്കിലും പ്രയാസത്തിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരായിട്ടാണോ നിങ്ങളായിരിക്കുന്നത്? ധൈര്യത്തോട് പറ, അവൻ എന്നെ അന്ത്യത്തോളം വഴി നടത്തും, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവം എൻ്റെ ദൈവം. ആ ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ നടത്തുവാൻ ശക്തന. ഹല്ലേലൂയ. അവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ എന്നെ തള്ളിക്കളയത്തില്ല, അവൻ എന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, നല്ല വചനം ഞങ്ങൾക്ക് തന്നല്ലോ നാഥാ. ഈ ദൈവം എന്നും എന്നേക്കും ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു ദിവസം തന്നെയല്ല, ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാ, അവനത് നിവർത്തിക്കും. ഞങ്ങൾ വളരെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങളെ വിളിച്ച ദൈവം ആരാണെന്നുള്ളത്. ആ ദൈവം വഴി നടത്തുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഞങ്ങളെ സമ്പൂർണ്ണമായി വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.